ഈ ഇലക്ഷന് ഇവർ ആളുകളെല്ലാം പോയതിനു ശേഷം ഇവർ വളരെ കുറച്ച് ആളുകളായപ്പോൾ ഞങ്ങൾ ഇവരൊക്കെ ലേബേഴ്സിന് വിളിക്കാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന കൂലി 1300 ഭക്ഷണം, 1400 ഭക്ഷണം, ഈ രീതിയിലാണ് അവർ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നെനിക്ക് ആരും കിട്ടിയില്ല. കാരണം ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ കോൺട്രാക്ടേഴ്സ് എന്ന് അറിയാവുന്നതുകൊണ്ട് ഇവർ വരില്ല ഞങ്ങളുടെ അടുത്ത്. ഒരു മുഴക്കോല് കയ്യിൽ വെച്ചിട്ട് വന്ന് അവൻ മേസന എന്ന് പറഞ്ഞിട്ട് അവൻ ചോദിക്കുന്ന കൂലി 1600 രൂപയും ചിലവാണ്. എങ്ങനെ സാധിക്കും? ഇവിടെ വർക്ക് എടുക്കാൻ സാധിക്കില്ല. നമുക്ക് കയറി പോന്നതിനായിട്ട് പണി അവിടെ ചെന്നപ്പോൾ അവന് സ്വല്പം ടഫായിട്ട് തോന്നി പണി. അപ്പോൾ എനിക്ക് പണി പറ്റില്ല എന്ന് പറഞ്ഞു 10 മണിയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പണം കൊടുത്താൽ കാശ് മേടിച്ച് പോക്കണം, എനിക്ക് ഫുൾ ഡേ കൂലി തന്നെ, എൻ്റെ പണി ഇന്നത്തെ പോയി എന്ന് പറഞ്ഞു. സർക്കാർ നിശ്ചയിച്ചാലും കൂടുതൽ കൊടുക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷെ അവർ ഇതിനൊന്നും തയ്യാറല്ല. അവർക്ക് 1300 പ്ലസ് ഫുഡ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് എങ്ങനെ കൊണ്ടുപോയി പണിയെടുപ്പിക്കും? നമസ്കാരം. ഇങ്ങനെ ഒരു ബോർഡ് അങ്കമാലിയിലാണ് കണ്ടത്. എന്താണ് ഇങ്ങനെ ഒരു ബോർഡിന് പിന്നിലെ കാരണം? അതായത് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അതിഥി തൊഴിലാളി മിനിമം വേതനം മെയ്സൺ, അതായത് മേസ്തിരി 1150, ഹെൽപ്പർ 950, ഇതിൽ കൂടുതൽ ആരും കൊടുക്കരുത്, കോൺട്രാക്ടേഴ്സ് അങ്കമാലി. അപ്പം ഈ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു ബോർഡ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ബോർഡ് വെക്കാൻ കാരണം? പരിശോധിക്കാം. എന്താണ് ഇപ്പോൾ ഒരു പോസ്റ്റർ അവിടെ ജംഗ്ഷനിൽ കണ്ടു, അവരുടെ കൂലിയൊക്കെ സംബന്ധിച്ചിട്ട്, എന്താ അങ്ങനെ വെക്കാനുള്ള കാരണം? അതായത് ഇപ്പോൾ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ ഞങ്ങൾ കൊടുത്തിരുന്ന കൂലി വെറും 1000 രൂപയാണ്. വെറും 1000 എന്നല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലുത് തന്നെയായിരുന്നു. അന്ന് അവർ 1000 രൂപ ചോദിച്ചാൽ അവർ ഭക്ഷണം കൊണ്ടുവന്ന് 1000 രൂപയാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഇലക്ഷന് ആളുകളെല്ലാം പോയതിനു ശേഷം ഇവർ വളരെ കുറച്ച് ആളുകളായപ്പോൾ ഞങ്ങൾ ഇവരൊക്കെ ലേബേഴ്സിന് വിളിക്കാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന കൂലി 1300 ഭക്ഷണം, 1400 ഭക്ഷണം, ഈ രീതിയിലാണ് അവർ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഇവരെ വിളിച്ച് കൊണ്ടുപോയിട്ട് പണിയെടുപ്പിച്ച ഞങ്ങൾക്ക് ഒരു നിലയ്ക്ക് കോൺട്രാക്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് മുതലാവില്ല. കാരണം ഞങ്ങൾ ആദ്യമേ റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ ടെൻഡർ കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പ്രൈവറ്റ് മേഖലയിൽ ചിലപ്പോൾ ആർക്കെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൂട്ടി കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ വർക്കുകളൊന്നും 1 രൂപ കൂട്ടിത്തരാൻ അവർക്ക് സാധിക്കില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വർക്ക് നടത്താൻ വേണ്ടിയിട്ട്. ഇന്ന് തന്നെ ഇപ്പോൾ രാവിലെ നിങ്ങൾ തന്നെ ഇവിടെ വെച്ച് കാണാൻ കാരണം തന്നെ രാവിലെ 7 മണിക്ക് ഞാൻ എഴുന്നേറ്റ് കാലടിയിൽ പോയി പണിക്കാരെ സംഘടിപ്പിക്കാൻ വേണ്ടി പോയതാണ്. ഇന്നെനിക്ക് ആരും കിട്ടിയില്ല. കാരണം ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ കോൺട്രാക്ടേഴ്സ് എന്ന് അറിയാവുന്നതുകൊണ്ട് ഇവർ വരില്ല ഞങ്ങളുടെ അടുത്തേക്ക്. ഞങ്ങളുടെ അടുത്ത് നിന്ന് അധികം കൂലി മേടിക്കാൻ ഇവർക്ക് സാധിക്കില്ല. പക്ഷേ ഈ 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്കും വേണ്ടി പണിക്ക് വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇവർ കഴുത്തറപ്പൻ കൂലിയാണ് ചോദിക്കുന്നത്. 1400 രൂപയും ഭക്ഷണവും. അപ്പോൾ എത്ര രൂപ? ഒരാൾക്കൊരു 2 നേരം ഭക്ഷണം കൊടുക്കണമെങ്കിൽ 150 രൂപ. 1550 രൂപ കൂലി കൊടുത്തിട്ട് എങ്ങനെ ഒരു കൂലിക്കാരനെ വെച്ച് പണിയെടുപ്പിക്കാൻ സാധിക്കും? ഹെൽപ്പറിന്. അതേ സമയത്ത് തന്നെ ഒരു മുഴക്കോല് കയ്യിൽ വെച്ചിട്ട് വന്ന് അവൻ മേസന എന്ന് പറഞ്ഞിട്ട് അവൻ ചോദിക്കുന്ന കൂലി 1600 രൂപയും ചിലവാണ്. എങ്ങനെ സാധിക്കും? ഇവിടെ വർക്ക് എടുക്കാൻ സാധിക്കില്ല. നമുക്ക് ഈ ഒരു കോൺട്രാക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പണിക്കാരുടെ കൂലി മാത്രമല്ല വർദ്ധിച്ചിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ കാരണം പറഞ്ഞ് ടൈൽസ്, PVC പൈപ്പ്, ഡീസൽ എല്ലാം വില വർദ്ധിച്ചു. ഇന്ന് രാവിലെ ഒരു ലോഡ് സിമൻറ്റ് കൊണ്ടുവന്ന ഒരു ഏസ് ഓട്ടോക്കാരൻ 350 രൂപയ്ക്ക് ഇറക്കിയിരുന്നവർ ഇന്ന് 450 വെച്ച്. അപ്പോൾ ഈ എല്ലാ മേഖലയും ഞങ്ങൾ കോൺട്രാക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും വില വർദ്ധിച്ചു. ആ കൂട്ടത്തിൽ കൂടെ ഈ കൂലിയും കൂടി വർദ്ധിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഇവർക്ക് ഈ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക എത്രയാണ്? സർക്കാർ നിശ്ചയിക്കുന്ന ലേബർ ഓഫീസിൽ കഴിഞ്ഞ ദിവസം ചില കോൺട്രാക്ടേഴ്സ് പോയിരുന്നു. അപ്പോൾ 830 രൂപയോ മറ്റുമാണ് ഹെൽപ്പറിനുള്ളത്. 1010 രൂപയോ എന്തോ ആണ് മേസനുള്ളത്. അത് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച് അത് കുറച്ചും കൂടി വർദ്ധിപ്പിച്ച് 950 രൂപ ഹെൽപ്പേഴ്സിനും 1150 രൂപ മേസനും എന്നുള്ള നിലയ്ക്കാണ് ഇവിടുത്തെ കോൺട്രാക്ടേഴ്സ് അങ്കമാലിയിലുള്ളവർ കുറച്ചും കൂടി ലിബറലായിട്ട് ചിന്തിച്ചുകൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. അവർക്കും ഈ പറഞ്ഞ പോലെ ഈ ഗ്യാസിന് വർധനവും ഹോട്ടലിലെ ഫുഡ് വർധനവും ഒക്കെ ഉള്ളതുകൊണ്ട് സർക്കാർ നിശ്ചയിച്ചാലും കൂടുതൽ കൊടുക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷെ ഇതിനൊന്നും തയ്യാറല്ല. അവർക്ക് 1300 പ്ലസ് ഫുഡ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് എങ്ങനെ കൊണ്ടുപോയി പണിയെടുപ്പിക്കും? ഇലക്ഷന് പോയതിന് ശേഷം ഇവിടെ ചുരുങ്ങിയ ആളുകളേ ഉള്ളൂ. ഉള്ള ആളുകൾ അവരുടെ കൂലി വർദ്ധിപ്പിച്ചു. പക്ഷേ ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റൊരു തിരിച്ചു വന്നാലും ഈ കൂലി കുറയാൻ പോകുന്നില്ല.
ഈ കൂലി ഫിക്സഡായി. തൊഴിലാളികൾ പണിയില്ലാതെ പലരും, ഞാൻ ഈ അങ്കമാലി ടൗണിൽ കൂടെ എപ്പോഴും പാസ് ചെയ്യുന്ന ആളാണ്, പലരും 8 മണി ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ പലരും പണിയില്ലാതെ പണിക്ക് പോകുന്ന സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു രണ്ട് കൂട്ടരെന്ന് പറഞ്ഞ ഒരു നാണയത്തിന് 2 വശമാണ്. ഇത് പരസ്പരം ഐക്യപ്പെട്ടു പോയാൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഇതിന് സംവിധാനം കണ്ടെത്തിയേ പറ്റൂ. അതിന് ഞാൻ ഇന്നലെ പ്രപ്പോസൽ വെച്ചു. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പ്രശ്നമുണ്ടായ ഒരു പ്രപ്പോസൽ വെച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ അങ്കമാലിയിൽ ഇപ്പോൾ ഒരു 50 റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. അതിൻ്റെ അപ്പസ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ്, അമ്പാനത്തിൻ്റെ അപ്പസ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ്. ആ നിലയ്ക്ക് ഞാൻ വെച്ച പ്രപ്പോസൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്കമാലി ടൗണിൽ ജോലിക്ക് വരുന്നത് ഒരു 7 മണിയാകുമ്പോൾ 8 മണി വരെയാണ് ഇതിൻ്റെ അധികം പ്രസരിപ്പിക്കുന്നത്. അത്രയും സമയത്തേക്ക് ഞാൻ പറഞ്ഞു, ഞങ്ങൾ അസോസിയേഷൻ്റെ ബാനറിൽ അവിടെ ഒരു ചെറിയൊരു കൗണ്ടർ ഓപ്പൺ ചെയ്യാം. കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ട് ആ കൗണ്ടറിൽ വരുന്ന തൊഴിലാളികളെ കൊണ്ട് എല്ലാവരെയും കൊണ്ടും പേര് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. കാറ്റഗറി തിരിച്ച് മേസൺ എത്ര പേര്, അല്ലെങ്കിൽ ഹെൽപ്പർ എത്ര പേര്, എല്ലാവരും തിരിച്ചടിച്ച് ചെയ്താൽ അതിന് മുൻപായിട്ട് ഇവരായിട്ട് സംസാരിച്ച ഒരു എഗ്രിമെൻറ്റിലെത്താം. ധാരണ ഈ ഗവൺമെൻറ് റേറ്റ് നോക്കണ്ട, അവർ പറഞ്ഞു നോക്കണ്ട, നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തിട്ട് മേസന് ഇത്ര ശമ്പളം, ഹെൽപ്പർക്ക് ഇത്ര ശമ്പളം, ഈ രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താം. ഈ തീരുമാനത്തിലേക്ക് എത്തിയിട്ട് ഈ തീരുമാനം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഈ അവിടെ ഒരു ഓഫീസിലെ ആളെ എത്തിയിട്ട് അയാളെ കൊണ്ട് രജിസ്റ്റർ ചെയ്തൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആളെ കോൺട്രാക്ടേഴ്സ് ആളാവശ്യം വരുമ്പോൾ ഞങ്ങൾക്ക് 2 ഹെൽപ്പർ കൊണ്ടുവന്ന് ഹെൽപ്പർ അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം, ടെലിഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ അവിടെയുണ്ട്. അതിന് മേസൺ വന്നാൽ മേസൺ അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ട്. അപ്പോൾ ഇവർ ജോലിക്ക് വിളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്താൽ അവരിൽ നിന്ന് അത് ഒന്നില്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചെയ്യരുത്, നിങ്ങൾ എന്തുകൊണ്ടങ്ങനെ ചെയ്തു എന്ന്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ വിളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ കയറിപ്പോന്നു കഴിഞ്ഞിട്ട് പണി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് സ്വല്പം ടഫായിട്ട് തോന്നി പണി. അപ്പോൾ എനിക്ക് പണി പറ്റില്ല എന്ന് പറഞ്ഞു 10 മണിയായപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പണം കൊടുത്താൽ കാശ് മേടിച്ച് പോക്കണം, എനിക്ക് ഫുൾ ഡേ കൂലി തന്നെ, എൻ്റെ പണി ഇന്നത്തെ പോയി എന്ന് പറഞ്ഞു. നീ പണിയാത്തതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും, ഈ പണിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഒടുവിൽ ഹാഫ് ഡേ കൊടുത്ത് ക്ലോസ് ചെയ്തുകൊണ്ട് വന്നു. ഈ വരുന്നവർക്കൊന്നും യാതൊരു ഉത്തരവാദിത്തം. ഞാൻ ഇപ്പോൾ ഒരു ജോലിക്കാരനെ വിളിക്കാൻ ചെന്നാലുള്ള പ്രത്യേകത, അവനറിയാം നാളെ ഞാൻ ചെല്ലില്ലെന്നും, ചെന്നാൽ എൻ്റെ അവന് പോകണമെന്ന് നിർബന്ധമില്ല, നാളെ പോകണത് വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ ഈ ജോലിക്കാരന് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റോട് കൂടി അവരെ കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അങ്കമാലിയുടെ പ്രശ്നം തീരാൻ ഞങ്ങൾ തയ്യാറാണ്. വേണമെങ്കിൽ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ സംവിധാനം ഒരുക്കി കൊടുക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിരിക്കും അങ്കമാലിൽ, ഒരാളുടെയും ജോലി നഷ്ടപ്പെടില്ല. നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പല സംവിധാനങ്ങളും അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. എന്നുള്ളത് റെഗുലറായിട്ട് പണി ഇല്ലാത്തവരിൽ ഒരാൾക്ക് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വിടാൻ പറ്റും. നമ്മുടെ ലിസ്റ്റിലുണ്ട്, അവൻ ഇന്നലെ പണിക്ക് പോയവന് 4 ദിവസമായിട്ട് പണിയില്ലാതെ കഴിഞ്ഞാൽ അവനെ മാറ്റിയിട്ട് വേറെ ആൾ വിടാം. അപ്പോൾ അതാണ് കാരണം ഇവർ ഈ ഇലക്ഷന്, അതായത് തെരഞ്ഞെടുപ്പിനായിട്ട് നാട്ടിലേക്ക് പോയിട്ട് തിരികെ വന്നപ്പോഴേക്കുമാണ് ഇത്തരത്തിൽ കൂലി അമിതമായി ചോദിച്ചത്. 1500 രൂപയൊക്കെയാണ് ഈ ഹെൽപ്പറിന് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. അതുകൂടാതെ മേശരിക്ക് 2000 രൂപ, അങ്ങനെ വലിയ രീതിയിലാണ് തുക കൂട്ടി ചോദിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് നാട്ടിൽ പോയ അതിഥി തൊഴിലാളികളൊന്നും തിരികെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ആളുകളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കൂലി കൂടുതലായി വാങ്ങാൻ ഇവർ ശ്രമിക്കുന്നത്. ഇതിനെതിരെ എന്തായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ പൗലോസ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഓഫീസ് തുറന്നതിന് ശേഷം കൃത്യമായി ഇവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇവരെ ഓരോ സ്ഥലത്തേക്കും ഇത്ര രൂപ എന്ന ക്രമത്തിൽ വിടുക എന്നത് മാത്രമാണ് ഏക പോംവഴി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരളമൊട്ടാകെ ഇത് ഇങ്ങനെ തുടരുവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുകൾ വേണമെന്നാണ് ഈ കോൺട്രാക്ടേഴ്സ് ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ മലയാളി.